ബ്രോക്കോളി വെച്ചിട്ട് ഫ്രൈ ആണേ. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിലേക്ക് വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട്. വെളുത്തുള്ളി ഒന്ന് സോഫ്റ്റ് ആയിരുമ്പോഴേക്കും നല്ലൊരു അരോമ ഇരിക്കട്ടെ. ഇപ്പോൾ നമുക്ക് അതിലേക്ക് ബ്രോക്കോളി കട്ട് ചെയ്ത് വെച്ചത് ക്ലീനാക്കി കട്ട് ചെയ്ത് വെച്ച് ആഡ് ചെയ്യുന്നുണ്ട്. വെള്ളമൊന്നും ഒഴിക്കണ്ട, അത് ആവിയിലിരുന്ന് വെന്തോളും. നല്ലോണം ഇളക്കി കൊടുക്കുക. ഗാർലിക്കും ആ ഓയിൽ എല്ലായിടത്തേക്ക് എത്തുന്ന രീതിയിൽ. ഇപ്പോൾ ഫിൽറ്റർ ഇട്ടാണ് കേട്ടോ, അതാണ് കളർ ചേഞ്ച് വന്നത്. പിന്നെ അതിലേക്ക് ക്യാരറ്റ് സ്ലൈസ് ചെയ്ത് വെച്ചത് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു ക്യാരറ്റാണ് കൊടുത്തത്, ഒരു ബ്രോക്കോളി ഒരു ക്യാരറ്റ്. അതിനെ ഇതേമാതിരി നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് ആഡ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. വേറെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യില്ല, സോൾട്ടും പെപ്പർ പൗഡറും മാത്രമല്ലേ ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. പിന്നെ ഓയിൽ, പെപ്പർ പൗഡറാണേ. ഒരുപാട് ഉണ്ട്, ഭയങ്കര എരിവായിപ്പോവും. നല്ല എരിവുള്ള പെപ്പറാണ്. കുറച്ച് അതും ഇട്ട് കൊടുത്ത് ഒരു മുട്ട, 1-2 മുട്ട വേണം. ഞാനിപ്പോൾ ഒരു മുട്ട ഇട്ടോളൂ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് പിന്നെ കുറച്ചും കൂടി പെപ്പർ പൗഡർ ആണെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ആ എഗ്ഗിന് വേണ്ടിയിട്ടുള്ളത് അത് കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്ക് വെറുതെ കഴിക്കാം, സാലഡ് മാതിരി, അല്ലെങ്കിൽ ചപ്പാത്തിയുടെ ഒപ്പം ചോറിൻ്റെ ഒപ്പം കഴിക്കാം.